നമ്മളെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എൻ്റെ വ്യക്തിത്വത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ലോകത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്നത് സ്വന്തം കഴിവിനെ മനസ്സിലാക്കുമ്പോഴാണ്. എല്ലാവർക്കും ചുറ്റുമുള്ള എല്ലാവരെയും പറ്റി മനസ്സിലാക്കാൻ കഴിയും, അവനവനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അവനവനെ ഓർമ്മ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഒരുപക്ഷെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ശുഭ തന്നെ ഒന്ന് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. നമ്മൾക്ക് ഈ ചുറ്റും നിൽക്കുന്ന ആരുടെ വേണമെങ്കിലും, നമുക്ക് കൂടുതൽ അറിയാവുന്ന ആരുടെ രൂപം വേണമെങ്കിലും നമുക്ക് ഒന്ന് കണ്ണടച്ചാൽ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ദിവസവും പലവട്ടം ഫോട്ടോയിൽ കാണുന്ന, അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന, മൊബൈൽ ഫോട്ടോ എടുത്ത് നമ്മളങ്ങനെ കാണുന്ന, സെൽഫി എടുക്കുന്ന നമുക്ക് നമ്മുടെ രൂപം കണ്ണടച്ച് മനസ്സിൽ വരുത്താൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. അത് ആർക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചിലർക്കത് കഴിഞ്ഞാൽ അത് അവരൊരു പ്രത്യേക കഴിവുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വന്തം രൂപം കാണാനോ ഓർത്തിരിക്കാനോ കാരണം നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെയല്ല കാണുന്നത്, നമ്മൾ പുറമെയാണ് കാണുന്നത്. നമ്മുടെ രൂപം എന്നുള്ളത് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളു കാണാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. എൻ്റെ സ്വഭാവം വരെ കാണാൻ കഴിയില്ല. ഇത് കഴിയണമെങ്കിൽ എന്താണ്? എനിക്കൊരു പ്രതിരൂപം വേണം. എൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മോശമുണ്ടോ എന്ന് ഞാൻ ശുഭയോട് ചോദിച്ചാൽ ശുഭയ്ക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, ഹരി ഇങ്ങനെയല്ല, ഇന്ന തരത്തിൽ പെരുമാറൂ, അല്ലെങ്കിൽ ഹരി ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെ പെരുമാറൂ, കാരണം കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. ഞാൻ പറയുമ്പോൾ നന്നായിട്ട് പറയുന്നുണ്ട്. ഞാൻ പാട്ട് പാടുന്നു എന്ന് വെച്ചാൽ ഞാൻ പാടുമ്പോൾ എനിക്ക് നല്ല ഗംഭീര പാട്ടാണ്. എന്നെ കേൾക്കുന്ന ആളുടെ പാട്ട്, കേൾക്കുന്ന ആൾക്ക് എൻ്റെ പാട്ട് ചിലപ്പോൾ എന്തുമാത്രം വിമിഷ്ടം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ കഴിവിനെ കാണാൻ, എന്നെ കാണാൻ എനിക്ക് ഒരു പ്രതിബിംബം വേണം. അത് എൻ്റെ ഉള്ളിലെ ഈശ്വരനെ കാണാൻ എനിക്ക് പ്രതിബിംബം വേണം. അതാണ് കണ്ണാടി ബിംബത്തിൽ ഒരു ഭഗവതിയുടെ, നമ്മുടെ പരദേവത എന്ന് പറയുന്ന നമ്മുടെ അമ്മ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ആ ഭഗവതിയെ നമ്മൾ ദർശിക്കുന്നത്. അപ്പം അത് നമ്മൾ തന്നെയാണ്